ഒരു ചെറിയ സ്വപ്നവും ഒരുപാട് പ്രശ്നങ്ങളുമാണ് നിലവിൽ നമുക്കുള്ളത്. ഇതിൽ പ്രശ്നം ചെറുതും സ്വപ്നം വലുതുമാക്കുക എന്നതാണ് വിജയത്തിന്റെ എളുപ്പവഴിയെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനി. മൂന്നാം തവണയും 100% വിജയം നേടിയ കുന്നംകുളത്തെ സർക്കാർ ഗേൾസ് സ്കൂളിലെ കുട്ടികൾക്ക് അനുമോദനവും സമ്മാനവും നൽകാൻ ഷെയർ ആൻഡ് കെയറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയായിരുന്നു എസ്.പി. പ്രശ്നങ്ങളെ മറികടക്കാൻ ഏറ്റവും നല്ല മാർഗം വിദ്യ നേടുക എന്നതാണ്. ഇപ്പോൾ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ പവൻ കണക്കിന് സ്വർണമാണ് സ്വരുക്കൂട്ടുന്നത്. ഈ സംസ്കാരത്തിന് പകരമായി ഒരു ബിരുദമെങ്കിലും നേടിയെടുക്കുക എന്നതാവണം നമ്മുടെ സ്വപ്നമെന്നും അവർ പറഞ്ഞു. ഒരു സാധാരണ സർക്കാർ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ തനിക്ക് IPS എന്ന പദം പോലും അകലെയായിരുന്നു. ഈ പദവിയിലെത്താൻ ചെറുപ്പം മുതലുള്ള IAS എന്ന സ്വപ്നം മാത്രമായിരുന്നു തുണ. ജീവിതം പലപ്പോഴും തന്റെ മുന്നിൽ വിറങ്ങലിച്ചു നിന്നപ്പോഴെല്ലാം ഈ മൂന്നക്ഷരങ്ങളാണ് തന്നെ മുന്നോട്ട് നയിച്ചത്. പെൺകുട്ടികൾ ഈ പ്രായത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ്. ഇതിനെ മറികടക്കാൻ തങ്ങളുടെ ലക്ഷ്യത്തെ മാത്രം ധ്യാനിച്ചിരുന്നാൽ മതിയാകുമെന്നും വിജയത്തിന് സൗന്ദര്യവും ഉയരവും നിറവും എന്നിങ്ങനെ യാതൊരു തടസ്സങ്ങളുമില്ല. എല്ലാ വിജയങ്ങളുടെ പിന്നിലും തീക്ഷ്ണമായ ഒട്ടേറെ പരീക്ഷണങ്ങളുടെയും സങ്കടങ്ങളുടെയും പിൻകഥകളുണ്ട്. ഇവ പിന്നീട് വിജയപീഠത്തിലിരുന്ന് നമുക്ക് ആസ്വദിക്കാനുള്ള ഓർമ്മകൾ മാത്രമാണെന്നും നിശാന്തിനി വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തന്റെ ജീവിതം തന്ന ഓർമ്മകൾ പങ്കുവച്ച് സംസാരിച്ചു. 100% വിജയം നേടിയ സ്കൂളിലെ കഴിഞ്ഞ വർഷത്തെ SSLC ബാച്ചിലെ 58 വിദ്യാർത്ഥിനികൾക്കും ചുരിദാർ സമ്മാനമായി നൽകി. വിദ്യാർത്ഥിനികളും സുരക്ഷയും എന്ന വിഷയത്തിൽ തൃശൂർ പോലീസ് ട്രെയിനിംഗ് സെന്ററിലെ SI O ബാബു ക്ലാസ് എടുത്തു. ഷെയർ ആൻഡ് കെയർ പ്രസിഡന്റ് ലബീബ് ഹസൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷ സുമ ഗംഗാധരൻ, C ഗിരീഷ് കുമാർ, സ്കൂളിലെ പ്രധാനാധ്യാപിക ബേബി ജയശ്രീ, M ബിജുപാൽ, പെൻകോ ബക്കർ, സയ്യിദ് ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. IAS എന്ന് പറഞ്ഞാൽ എന്തോ അച്ഛനും അമ്മയും പഠിച്ചു കൊടുത്തു അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന് ഇത്രയും ഒരു സ്വാഗതം ഉണ്ടാവും എനിക്ക് അറിയില്ല. അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അടുത്തടുത്ത് ഭയങ്കര പ്രചോദനമാണ്. ആ ഒരു വാക്ക് പറയുമ്പോൾ നമുക്ക് ഒരു റെസ്പെക്ട് കിട്ടുന്നുണ്ടല്ലോ. വീട്ടിൽ വരുമെന്ന് അവർ പറയല്ലേ, ഭയങ്കര റെസ്പെക്ട് ആയിട്ട് നീ അങ്ങനെ ആവോ മെഡിക്കാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ ആരും ഞാൻ പിന്നീട് പറയാൻ തുടങ്ങും ഞാൻ ഒരു IAS ആവും എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ